أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആയത്തിലെ ദീൻ എന്ന പദത്തിന് തെളിവ്, ആധിപത്യം, ഭരണാധികാരം എന്നീ അർത്ഥങ്ങളെ പരിഗണിച്ചുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസാദർശങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വ്യക്തമാക്കുന്നതിന് യാതൊരു തെളിവുകളും മുന്നോട്ട് വെക്കാനില്ല. അതിനാൽ അവർ മതപരമായ എതിർപ്പുള്ള ആളുകളെ ശാരീരികമായി കയ്യേറ്റം ചെയ്തുകൊണ്ടാണ് നേരിടുന്നത്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനും ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനും കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നത് അവർ അവിശ്വാസികളുടെ മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വിശ്വാസം കൈക്കൊണ്ടതിൻ്റെ പേരിൽ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് പൊതുവിലും മക്കയിലെ മുശ്രിക്കീങ്ങളിൽ നിന്നും വളരെ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മുസ്ലിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായി തന്നെ നിലകൊണ്ടു. കാരണം അവർ വിശ്വസിച്ചിരുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയവും മനസ്സും ആ വിശ്വാസത്തിൽ സന്തുഷ്ടമായിരുന്നു. അവിശ്വാസികൾ എത്ര തന്നെ അക്രമം അഴിച്ചുവിടുമ്പോഴും മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ അവരുടെ മുന്നിൽ വെക്കുകയും അതിനുശേഷം തീരുമാനമെടുക്കുന്നതിന് അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു കൽപ്പന ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നാണ്. അതായത് ദീനിൻ്റെ കാര്യത്തിൽ യാതൊരു ബലാത്കാരവുമില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് തെളിവുകളിലൂടെ ആശയ കൈമാറ്റം നടത്തണമെന്നാണ്. തെളിവുകൾ നിരത്തിക്കഴിഞ്ഞാൽ വിശ്വസിക്കുവാനും അവിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. അവിശ്വാസികളുടെ കൈകളിൽ പെട്ടുപോകുന്ന വിശ്വാസികളെ നിർബന്ധപൂർവം മതം മാറ്റുന്നതിനു വേണ്ടി അവർ ശ്രമിക്കുന്നു. എന്നാലും മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന കൽപ്പന വഇൻ അഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹി തുമ്മ അബ്ലിഗ്ഹു മഅ്മന. അതായത് മുശ്രിക്കീങ്ങളിൽ നിന്നും ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അഭയം തേടി വന്നാൽ നിങ്ങൾ അവർക്ക് അഭയം നൽകുക. ശേഷം വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അവരെ അവർക്ക് സമാധാനം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക. ഇസ്ലാം മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു മതമാണ്. ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് വളരെ മഹത്തരമായ തത്വങ്ങളാണ്. ഇസ്ലാം പറയുന്നു, ഭരണം നടപ്പിൽ വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കണം. അതായത് അർഹരായവർ ഭരിക്കണം. രണ്ടാമത്, ഭരണാധികാരം ആരുടെയും കുത്തകയല്ല, മറിച്ച് അതൊരു അമാനത്താണ് അഥവാ സൂക്ഷിപ്പു മുതലാണ്. മറ്റുള്ളവർ സൂക്ഷിച്ചു വെക്കുന്നതിനു വേണ്ടി നൽകുന്ന ഒന്നാണ് സൂക്ഷിപ്പു മുതൽ. ആളുകളുടെ അന്തസ്സും ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഭരണാധികാരി വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഇടയിൽ നീതിപൂർവം തീരുമാനം കൽപ്പിക്കണം. സാമൂഹികമായ വിഷയങ്ങളെ കൂടിയാലോചനയിലൂടെ തീരുമാനിക്കണം. ഓരോ വ്യക്തിക്കും ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ ഒരുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു ഭരണകൂടവും മറ്റ് ദേശങ്ങളുടെ മേൽ കൊതിയോടെ നോക്കാൻ പാടില്ല. യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പ്രതിരോധ യുദ്ധമായിരിക്കണം. തോൽക്കുന്ന രാജ്യത്തോട് നീതിപൂർവം പെരുമാറണം. കൂടാതെ യുദ്ധത്തടവുകാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ അനുവദിക്കണം. ഉടമ്പടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിപൂർണമായും പാലിക്കണം. രാജ്യത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കണം. ഈ അടിസ്ഥാന തത്വങ്ങൾ
ഒരു ഭരണകൂടത്തിന് നിർബന്ധമായി ഉണ്ടാകേണ്ടതായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവയിൽ ആദ്യ 4 തത്വങ്ങളെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു: ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ. അർഹരായ ആളുകൾക്ക് മാത്രം ഭരണമാകുന്ന സൂക്ഷിപ്പു മുതൽ നൽകുക. നിങ്ങൾ ആളുകൾക്കിടയിൽ ഭരണം നടത്തുകയാണെങ്കിൽ നീതിപൂർവം ഭരിക്കുക. ഈ ആയത്തിൽ അള്ളാഹു സാധാരണ ജനങ്ങളെ അഭിസംബോധന ചെയ്തു പറയുന്നു: ഭരണാധികാരിയെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അടുത്തതായി പറയുന്ന മറ്റൊരു സംഗതി, ഈ ഭരണാധികാരം വിലയേറിയ ഒരു സംഗതിയാണ്, അമാനത്താണ്. അതുകൊണ്ട് തന്നെ സമുദായങ്ങളുടെ വ്യത്യാസത്തിൻ്റെ പേരിൽ ആ അമാനത്ത് അനർഹർക്ക് നൽകാൻ പാടില്ല. മറിച്ച് ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ആണ് ഇത് നൽകേണ്ടത്. ഭരണാധികാരം എന്നത് ഏതെങ്കിലും വ്യക്തിയുടെ കുത്തകയല്ല, മറിച്ച് ഉത്തരവാദിത്വങ്ങളുടെയും അവകാശങ്ങളുടെയും പേരാണ്. നൽകപ്പെടുന്നവരല്ല അതിൻ്റെ ഉടമസ്ഥർ, മറിച്ച് സമൂഹം ഒന്നടങ്കമാണ് ഇതിൻ്റെ ഉടമസ്ഥരായിത്തീരുന്നത്. മറ്റൊന്ന്, ഭരണം കൈയാളുന്നവരോട് അള്ളാഹു പറയുന്നു: നിങ്ങൾക്ക് നൽകപ്പെടുന്ന സംഗതി ഒരു അമാനത്താണ്, അതുകൊണ്ട് അതിനെ കേടുകൂടാതെ സംരക്ഷിക്കുക. അതായത് ഭരണകൂടത്തിൻ്റെ പരിപൂർണ സംരക്ഷണവും ദേശത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.